മഴത്തോരു മുമ്പയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. താൻ വന്ന കാര്യം അലീനയിൽ നിന്ന് നടക്കില്ലെന്ന് മനസ്സിലാക്കുന്ന കമല തിരിഞ്ഞ് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട്. ഇത് നോക്കി നിൽക്കുകയായിരുന്നു സ്റ്റാൻലി. അകത്തേക്ക് അലീന കയറിപ്പോയ ഉടനെ തന്നെ കമല എന്തോ എന്ന് പറയാനെന്ന രീതിയിൽ തിരിച്ച് കയറി വരുന്നുണ്ട്. സ്റ്റാൻലിയുടെ മുഖത്ത് നോക്കി കമല തൻ്റെ സംശയം ചോദിക്കുകയാണ്. നിങ്ങളുടെ പേര് സ്റ്റാൻലി എന്നാണെന്നറിയാം, പക്ഷേ അലീനയുടെ പപ്പയാണെന്നും ആരൊക്കെയോ പറഞ്ഞു ഞാൻ കേട്ടു. അപ്പോൾ അലീനയുടെ അമ്മ ആരാണ്? നിങ്ങളുടെ ഭാര്യയല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് മനസ്സിലായത്? സ്റ്റാൻലി കമലയോടായി ചോദിക്കുന്നുണ്ട്. അതും ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഓ, അപ്പോൾ കഥ മുഴുവനും അറിയാതെയാണ് ആ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിലേക്കുള്ള വരവ്. അതെന്തായാലും നന്നായി. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല മേഡം. എന്തായാലും ഇപ്പോൾ മോൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വരെ വന്നത്. എന്തായാലും നടക്കില്ലെന്നും മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഇതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയും അകത്തേക്ക് പോവുകയാണ്. കമലയുടെ ദുഷ്ടബുദ്ധിയിൽ തെളിഞ്ഞതൊന്നും അവിടെ നടപ്പിലാവുന്നില്ലെന്ന് മനസ്സിലാക്കി കമലയും തിരിച്ചു പോകുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ അകത്തേക്ക് പോയ അലീന ഉടനെ തന്നെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് കമല വന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞു തുടങ്ങുകയാണ്. മനുവേട്ടാ, ഞാനിപ്പോൾ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. അവളുടെ സംസാരത്തിൽ തന്നെ എന്തെന്നില്ലാത്ത ഗൗരവവും എന്തെന്നില്ലാത്തൊരു ടെൻഷനൊക്കെ മനുവിന് ഫീൽ ചെയ്യുന്നുണ്ട്. മനു ഉടൻ തന്നെ അലീനയോട് ചോദിക്കുകയാണ്. എന്താ അലീന, എന്താ നിൻ്റെ പ്രശ്നം? എന്താ നീ വല്ലാത്തൊരു ടെൻഷനിലാണെന്ന് നിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാമല്ലോ. ടെൻഷനല്ല മനുവേട്ടാ, എനിക്ക് എന്നോട് തന്നെ എന്തെന്നില്ലാത്തൊരു വെറുപ്പാണ് ഇപ്പോൾ തോന്നുന്നത്. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുണ്ടായ കാരണം എന്തെങ്കിലും ഒന്ന് പറ. മനുവേട്ടൻ്റെ അമ്മ ഇവിടെ വരെ വന്നിരുന്നു. അമ്മയോ? എവിടെ വന്നു എന്ന് മനുവിന് അലീന പറഞ്ഞ ആ വാക്ക് വിശ്വസിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മ എവിടെ വന്നു എന്നാണ് നീ പറയുന്നത്? മനുവേട്ടാ, ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് നിങ്ങളുടെ അമ്മ കമലാമ്മയുടെ ഇവിടെ വന്നിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മനുവേട്ടനെ അത് വിശ്വസിക്കാൻ എത്ര ബുദ്ധിമുട്ട്? അലീന, ഞാനിവിടെ വീട്ടിലുണ്ട്. അമ്മ ഇവിടെ ഞങ്ങളോട് ഏതോ ഒരു ദൂരെയുള്ള ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഹരിക്കെന്തോ പ്രത്യേക പൂജ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും അവിടേക്ക് പോവുകയാണെന്നും വരാൻ വൈകുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഓ അതെയോ? എങ്കിലേ ആ അമ്പലം ഇവിടെയായിരുന്നു. ചിലപ്പോൾ മേഡം പറഞ്ഞ ആ ദേവിയോ അല്ലെങ്കിൽ അമ്പലത്തിലെ പ്രതിഷ്ഠയോ ഞാനായിരിക്കും മനുവേട്ടാ. അല്ലാതെ പിന്നെ കമല മേഡം ഇങ്ങനെയൊക്കെ പറയുന്നതിന് ഞാൻ എന്താ പറയേണ്ടത്? മനുവിന് അലീനയുടെ വാക്കുകൾ കേട്ടിട്ട് ചിരിയാണ് വന്നത്. മനു തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്. ഇത് നീ തന്നെയാണോ ഈ പറയുന്നത്? മനുവേട്ടാ, എൻ്റെ വിഷം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളോടെല്ലാവരോടും എത്രയോ വാക്ക് ഞാൻ പറഞ്ഞതാണ്. എന്നെക്കൊണ്ട് വിചാരിച്ചാൽ രോഹിത്തിനെയോ ഹരിയെയോ മറ്റുള്ള ആരെയും രക്ഷിക്കാൻ കഴിയില്ലെന്ന്. അതൊന്നും നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. രോഹിത്ത് രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം എല്ലാവരേക്കാൾ നന്നായിട്ട് മനുവേട്ടനെ അറിയാവുന്നതാണ്. ഇനിയെങ്കിലും മനുവേട്ടൻ്റെ അമ്മയെ അതെല്ലാം പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. മനുവിന് അലീന തുറന്ന് പറയാതെ തന്നെ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അലീന വീണ്ടും മനുവേട്ടനോട് പറയുകയാണ്. മനുവേട്ട, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. മനുവേട്ടൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു. എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ട് പോയി. എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു അതെല്ലാം. മനുവേട്ടൻ്റെ അമ്മ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് ആരെയും എന്ത് തെറ്റ് ചെയ്താലും അവരെയെല്ലാം കുറച്ച് പണമുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നോ? എങ്കിൽ അതൊക്കെ തെറ്റായ ധാരണയാണ് മനുവേട്ട. അങ്ങനെയൊന്നും ആർക്കും കഴിയില്ല. മനുവേട്ടന് രോഹിത്തിൻ്റെ കാര്യം തന്നെ അറിയാവുന്നതല്ലേ. അവൻ എത്രയോ ദിവസം ജയിലിൽ കിടന്നു. എത്രയോ വട്ടം നമ്മൾ അപ്ലൈ ചെയ്ത ജാമ്യാപേക്ഷ തള്ളിപ്പോയി. അതെല്ലാം തരണം ചെയ്ത് അവൻ ഇന്ന് പുറത്തിറങ്ങാനുണ്ടായ കാരണവും ശരണ്യ തന്നെയാണ്. ശരണ്യ അവനെ ഉപദ്രവിച്ചിട്ടില്ലെന്നുള്ള ശരണ്യയുടെ ബോധം. അതിന് ഞാനൊരു നിമിത്തമായിരുന്നേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ പോവുകയും അവളോട് ഇടപഴകുകയും ഒക്കെ ചെയ്തപ്പോൾ അവളിലുണ്ടായ ധൈര്യമായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട്
അവളെ രോഹിത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയാനുള്ളൊരു ധൈര്യം. അത് മാത്രമായിരുന്നു മനുവേട്ടാ ഞാൻ. ഒരിക്കൽ പോലും ഞാൻ ശരണ്യയോട് പറഞ്ഞിട്ടില്ല മനുവേട്ടാ എൻ്റെ അനിയനെ രക്ഷിക്കണമെന്ന്. അല്ലെങ്കിൽ തന്നെ അവൻ എൻ്റെ അനിയനാണെന്ന് പോലും ഞാൻ ശരണ്യയോട് എങ്ങനെയാണ് പറയുക? അലീനയ്ക്ക് പറയാനുള്ളത് മുഴുവനും മനുവിനോട് പറഞ്ഞു തീർത്തപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കുറഞ്ഞ പോലെ തോന്നി. എങ്കിലും അവൾ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കണം മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ, അവരുടെ വേദനകളും വികാരങ്ങളും മനസ്സിലാക്കാൻ. പണമുണ്ട് എന്ന് വിചാരിച്ച് ആർക്കും ആരെയും തോൽപ്പിക്കാനൊന്നും കഴിയില്ല മനുവേട്ട. എത്രയോ ആൾക്കാർ പണമില്ലാതിരുന്നിട്ടും അന്തസ്സോടുകൂടി ജീവിച്ചു പോകുന്നു. അതിൻ്റെ ഒരു അംശമെങ്കിലും കാണിക്കാൻ മനുവേട്ടൻ്റെ അമ്മയെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അത്രയൊക്കെ പറഞ്ഞ് അലീനയുടെ സംസാരം അവിടെ നിർത്തുകയാണ്. അതേ സമയത്ത് മനു അലീനയോട് പറയുന്നുണ്ട്, അലീന സോറി, അമ്മ നിന്നോട് എന്തെങ്കിലും അരുതാത്തതൊക്കെ പറഞ്ഞു പോയെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചേക്ക്. എനിക്ക് മനസ്സിലാവും നിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. എനിക്കല്ലേ അത് മനസ്സിലാവത്തുള്ളൂ. മനുവിൻ്റെ ആ ആശ്വാസ വാക്കുകളിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം അലീനയ്ക്കും തോന്നാണ്. അലീന തിരിച്ച് മനുവിനോടും പറയുന്നുണ്ട്, മനുവേട്ട എനിക്കെന്തും സഹിക്കാം, പക്ഷേ എൻ്റെ വ്യക്തിത്വത്തെയാണ് മനുവേട്ടൻ്റെ അമ്മ ചോദ്യം ചെയ്യുന്നത്. ഒരു പണമെറിഞ്ഞ അതിൽ വീഴുന്ന ഒരാളാണ് ഞാനെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? മനുവേട്ടൻ്റെ അമ്മയുടെ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു പോയി. എന്നോട് ക്ഷമിക്കണം അലീന. എടി, എല്ലാവർക്കും അറിയാം നിന്നെ. അമ്മ ആരെയും മനസ്സിലാക്കാത്ത ഒരാളാണ്. അമ്മയ്ക്ക് അമ്മയെ മാത്രമാണ് സ്നേഹിക്കുന്നത്, പിന്നെ ആ ഹരിയെയും. നീ എന്തായാലും ക്ഷമിച്ചേക്ക് അലീന. എന്നിട്ട് എന്തായി? ഈ പറയുന്ന ആൾ അവിടെ നിന്നും പോന്നോ? പോന്നിട്ടുണ്ട്. അവിടേക്ക് എത്താനായിട്ടില്ലല്ലോ, കുറച്ച് സമയം എടുക്കില്ലേ ട്രാവൽ ചെയ്യാൻ? വരുമ്പോൾ തന്നെ മനുവേട്ടനൊന്ന് ചോദിച്ചേക്ക്, ഏതമ്പലത്തിലാണ് പോയത്, ഏത് പ്രതിഷ്ഠയാണ് കണ്ടതെന്നൊക്കെ. എന്താ പറയുന്നതെന്നൊന്ന് അറിഞ്ഞു വെക്കാമല്ലോ. എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. ഇവിടെ അച്ഛനും ഞാനും ഉണ്ട്. ഇന്നത്തോടു കൂടി അമ്മയുടെ ഈ പോക്ക് വരവ് സാമർഥ്യമൊക്കെ ഒന്ന് നിർത്തി വെച്ചേക്കാം. ഞാനും അച്ഛനും പോയിട്ടും ഇറങ്ങി തിരിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലെന്ന ഭാവമാണ് ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് അമ്മയെ എത്തിച്ചത്. എന്തായാലും നീ ഇപ്പോൾ തൽക്കാലം വെച്ചേക്ക്, ഞാൻ അച്ഛനോടൊന്നും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാൻ നേരം അലീന വീണ്ടും ചോദിക്കുകയാണ്, മനുവേട്ട എന്നെ ഇവിടെ നിന്ന് പോയപ്പോൾ മാഡം വെല്ലുവിളിച്ചിട്ടാണ് പോയത്. മാഡത്തിൻ്റെ മകനെ കാണാൻ മാഡം അനുവദിക്കില്ലെന്ന് പോലും. എനിക്ക് മാഡത്തിൻ്റെ അനുവാദം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണപ്പോൾ. അത് ഞാൻ എൻ്റെ ഒരു വാശിക്ക് പറഞ്ഞേ ഉള്ളൂ. മനുവേട്ടൻ്റെ സമ്മതമില്ലാതെ ഞാനോ രോഹിത്തോ ഒരിക്കലും ഹരിയെ കാണാനായിട്ട് പോവില്ല കേട്ടോ. എൻ്റെ പൊന്നലീന, നീ അതൊക്കെ വിട്ട് കളയി. അമ്മ അവിടെ വന്നിട്ടില്ലെന്നും അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും എന്നെ നീ വിചാരിച്ചാൽ മതി. നീ എന്തായാലും കോള് കട്ട് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും കോള് കട്ട് ചെയ്യാണ്. അലീനയുടെ കോള് കട്ട് ചെയ്തതിന് ശേഷം മനുവിന് തൻ്റെ കയ്യിലിരുന്ന ഫോൺ എറിഞ്ഞു പൊട്ടിക്കാനുള്ളൊരു ദേഷ്യം വന്നു. മനു അതെറിയാനായിട്ട് ഒരു വട്ടം ഓങ്ങി നിന്നെങ്കിലും പെട്ടെന്ന് മനുവിൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നിട്ടുണ്ടാവാം, അത് തൻ്റെ ഫോണാണല്ലോ എന്ന്. മനു ആ ദേഷ്യം തീർക്കാനായി പതിയെ തന്നെ ബെഡിലേക്ക് തന്നെ എറിയുകയാണ്. മനു തിരിഞ്ഞ് അച്ഛൻ്റെ റൂമിലേക്ക് നടക്കുന്നുണ്ട്. അച്ഛനോട് ചെന്നിട്ട് മനു വല്ലാത്തൊരു അമർഷത്തോടും ദേഷ്യത്തോടും കൂടി തന്നെ ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മ എവിടെ പോയി എന്നാണ് അച്ഛനോട് പറഞ്ഞത്? എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനും നീയും കൂടി നിൽക്കുന്ന സമയത്ത് തന്നെയല്ലേ പറഞ്ഞത്, ഏതോ അമ്പലത്തിൽ പോവുകയാണെന്നും അവിടെ പ്രത്യേക പൂജ പറഞ്ഞിട്ടുണ്ടെന്നും വരാനായിട്ട് വൈകുന്നൊക്കെ. നീയും ഞാനും ഒരേപോലെയല്ലേ കേട്ടത്, അല്ലാതെ എന്നോടാരും പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛനൊന്ന് ശ്രദ്ധിക്കണം, അമ്മ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഇന്നിപ്പോൾ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് അമ്മ പോയത് പാലയ്ക്കാണ്. പാലയിലേക്കോ? അവിടെ എന്തിനായിരിക്കും? ഇപ്പോൾ അവിടെ ആരാ ഉള്ളത്? അലീനയെ കാണാനോ? ആ അതെ, അലീനയെ കാണാൻ തന്നെ. എനിക്കും അച്ഛനൊന്നും കഴിവില്ലല്ലോ അമ്മയുടെ ഇളയ പുത്രനെ ഇറക്കിക്കൊണ്ട് വരാൻ. അമ്മയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അമ്മയുടെ മോനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്. പോയിട്ട് വരട്ടെ, എവിടം വരെ പോകുമെന്ന് നോക്കാലോ. കുറച്ച് സ്വത്തും പണവും സ്വർണവും ഒക്കെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഭാവവും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അലീനയ്ക്കും ശരണ്യയ്ക്കും വില പറഞ്ഞിട്ടാ അവിടെ നിന്ന് പോകുന്നത്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഇവിളീ കാണിച്ചു കൂട്ടുന്നത്. അച്ഛൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ മാത്രമേ കഴിയുള്ളൂ. അമ്മയുടെ നേരെ അച്ഛൻ എപ്പോഴെങ്കിലും
അരുത് എന്ന് പറഞ്ഞ് അമ്മയെ നിലക്ക് നിർത്തിയിട്ടുണ്ടോ അച്ഛൻ? മനുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ ശിവൻ മനുവിനെ തന്നെ നോക്കി നിന്നുപോയി. ശിവന് ഒന്നും പറയാൻ കഴിയുന്നില്ല. വീണ്ടും മനു തന്നെ തുടർന്നു. അമ്മയ്ക്കേ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്വത്തുണ്ടത്രേ. അത് നമ്മളാരും അന്വേഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അത് വേണമെങ്കിൽ അവൾക്ക് ശരണ്യയ്ക്ക് കൊടുത്തേക്കാന്ന്. അതിന് അമ്മയ്ക്ക് ആരുടെ സമ്മതം വേണ്ടെന്ന്. അങ്ങനെയൊക്കെയാണ് ശരണ്യയോട് അലീനയോട് പറഞ്ഞ് ഏൽപ്പിച്ച് പോന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കമല എന്ന് പറയുന്ന മേഡം ചെയ്തു വെച്ചിരിക്കുന്നത്? കഷ്ടം തന്നെ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് മനുവും അകത്തേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ആലോചിച്ചിരുന്നുകൊണ്ട് ശിവനും വല്ലാത്ത അരിശം തോന്നുകയാണ്. ശിവൻ കമലയൊന്ന് ഇപ്പോൾ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ തന്നെയുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. രണ്ടുപേരും കമലയുടെ വരവിനായി അവർ 2 മുറികളിലായി കാത്തിരിക്കുകയാണ്. അങ്ങനെ സമയങ്ങൾ കടന്നു പോകെ ഒരു ഊബർ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്കായി വന്ന് നിൽക്കുന്നുണ്ട്. കമലയാണ് ഇന്ന് ഉറപ്പായിരുന്നു 2 പേർക്കും. 2 പേരും ഹാളിലെ സോഫയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവർ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലാനോ കാറിൽ ആരാണ് വന്നതെന്ന് നോക്കാനോ പോലും തയ്യാറായില്ല. കമല ഉടനെ തന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇവരെ രണ്ടാളെയും കണ്ട പാടെ വല്ലാത്ത ഒരു പതർച്ചയുണ്ടായിരുന്നു കമലയുടെ മുഖത്തിന്. രണ്ടാളും ഒന്നും തിരിച്ചു ചോദിച്ചില്ല. അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കെ കമല അവരോടായി ചോദിച്ചു, രണ്ടാളും ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചില്ലേ? രണ്ടാളുടെ ഭാഗത്ത് നിന്നും മറുപടി ഉണ്ടായില്ല. കമല ഒരു വട്ടം തിരിഞ്ഞ് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കി മനുവിനോടായി ചോദിച്ചു, മനു നിന്നോടാണ് ചോദിച്ചത്, നീ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് എടുത്ത് കഴിച്ചില്ലേന്ന്. കഴിച്ചില്ലെങ്കിൽ മനു തട്ടുത്തരം പോലെ പറയുന്നത് കേട്ട് കമലയും അവനെ നോക്കി നിന്നു. അവിടെ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് മനു ചോദിച്ചു, അമ്മ ഇന്ന് എവിടേക്കാണ് പോയത്? മനുവിൻ്റെ ആ ചോദ്യം കമലയിൽ വല്ലാത്തൊരു ഉൾഭയമുണ്ടാക്കി. താൻ പാലയ്ക്ക് പോകുന്നതോ വരുന്നതോ ആരെങ്കിലും കണ്ടിട്ട് മനുവിനെ വിളിച്ചു പറഞ്ഞു എന്നായിരുന്നു കമലയുടെ ധാരണ. കമലയോടായി വീണ്ടും മനു ചോദിച്ചു, അമ്മ കേട്ടില്ലെന്നുണ്ടോ ഞാൻ ചോദിച്ചത്? എന്തിനാണ് കൂടെ കൂടെ ചോദിക്കുന്നത്? ഇവിടെ നിന്നും പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടാണല്ലോ പോയത്. എനിക്കൊരു അമ്പലത്തിൽ പോകാനുണ്ടെന്നും എനിക്ക് പ്രത്യേക പൂജയുണ്ടെന്നും ഞാൻ വരാൻ വൈകുന്നൊക്കെ. അതെന്താ നിങ്ങളെല്ലാവരും മറന്നുപോയോ എന്ന് വല്ലാത്ത ദേഷ്യത്തോടു കൂടി കമല മനുവിനോട് ചോദിക്കുന്നത് കേട്ട് ശിവൻ ധൃതിയിൽ വന്ന് കമലയുടെ മുഖത്തേക്ക് ഒരൊറ്റടി വെച്ചു കൊടുത്തു. കമലയോട് ശിവൻ ചോദിച്ചു, അമ്പലത്തിൽ പോയി എന്നൊക്കെ നുണ പറയാൻ മാത്രം എങ്ങനെയാടി നിനക്ക് മനസ്സ് വരുന്നത്? നീ എവിടേക്കാടി പോയത് എന്ന ചോദ്യം കൂടി കേട്ട പാടെ കമലയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. കമല ശിവൻ അടിച്ച ആ അടിയിൽ തരിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. കമല തൻ്റെ കൈകൾ കൊണ്ട് ആ കവിള് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നിന്നുപോയി. കമലയ്ക്ക് ഉറപ്പായിരുന്നു അലീന വിളിച്ച് മനുവിനോട് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ ദേഷ്യവും അരിശത്തിലുമായിരുന്നു രണ്ടാളും നിൽക്കുന്നതെന്നും കമലയ്ക്ക് മനസ്സിലാവുകയാണ്. കമല മനുവിനോടായി ചോദിക്കുന്നുണ്ട്, എന്നെ ഇപ്പോൾ ഈ അടിച്ചടി എന്തിനാണെന്നും കൂടി എന്നോടൊന്ന് പറയണം. ഞാൻ വേറൊരു കാര്യത്തിനും പോയതൊന്നുമല്ല. എൻ്റെ മകൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. നിങ്ങളെ കൊണ്ട് നടക്കാൻ കഴിയാത്തത് എന്നെക്കൊണ്ട് നടക്കുമോ എന്നറിയാം. നിങ്ങൾക്കാർക്കും അലീനയോടൊന്ന് പറയാൻ പോലും നിങ്ങൾക്ക് മനസ്സ് വന്നില്ലല്ലോ. ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ. നിങ്ങളൊക്കെ അവൾക്ക് ആരൊക്കെയോ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനൊരു 100 വാക്ക് പറഞ്ഞത് എൻ്റെ മോന് വേണ്ടി അവളോടൊന്ന് സംസാരിക്കാൻ. നിങ്ങൾക്കാർക്കും അതൊന്നും കഴിയില്ല. എന്നിട്ടിപ്പോൾ ഞാനൊന്ന് പോയിന്ന് കണ്ടപ്പോൾ നിങ്ങൾ എന്നെ അടിക്കാൻ വന്നിരിക്കുന്നു. എന്ത് അവകാശമുണ്ട് നിങ്ങൾക്ക് എന്നെ തല്ലാൻ? ഇതുകൂടി കേട്ടപ്പോൾ ശിവന് വല്ലാത്ത ദേഷ്യം വന്ന് ശിവൻ കമലയോട് പറയുന്നുണ്ട്, നീ ഇനി നിൻ്റെ നാവടക്കി വെച്ചോ. നിന്നോട് ചോദിക്കുന്നതിന് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. ശിവൻ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് കണ്ട് കമലയ്ക്ക് ഭയം തോന്നി. കമല 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കമലയോട് മനു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയാണ് അലീനയുടെ അവിടുത്തെ അഡ്രസ്സ് കിട്ടിയത്? അല്ലെങ്കിൽ തന്നെ അലീനയുടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ അമ്മയ്ക്ക് യോഗ്യതയുണ്ടോ എന്ന് അമ്മ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്കെന്താടാ യോഗ്യത കുറവ്? ഞാൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എനിക്കെന്ത് പ്രശ്നം? ഓ അത് ശരിയായിരുന്നു അല്ലേ അച്ഛാ.
അമ്മ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവളുടെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അധികാരമൊക്കെ അമ്മയ്ക്കുണ്ട് അല്ലേ അച്ഛാ? മനുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ ശിവൻ കമലയോട് തന്നെ ചോദിക്കുകയാണ്, നിനക്ക് എവിടെ നിന്നാണ് അലീനയുടെ അഡ്രസ്സ് കിട്ടിയത്? എനിക്ക് അലീനയെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബബിതയിൽ നിന്ന് മേടിച്ചതാണ്. ഓ, ബബിത അമ്മ ചോദിച്ച പാടെ ആ അഡ്രസ്സ് അങ്ങ് തന്നോ? കമലയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ ഒന്ന് വിക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ആ തന്നു, അതിനിപ്പോൾ എന്താ, എനിക്കൊരു ആവശ്യം വന്നതുകൊണ്ടല്ലേ. ഉടനെ തന്നെ ശിവൻ കമലയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ എങ്ങനെയാ, എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് തന്നെയല്ലേ വന്നത്? അടുത്ത ജാമ്യാപേക്ഷയ്ക്ക് എന്തായാലും കോടതി വിളിക്കുമ്പോൾ ശരണ്യ ചെന്ന് പറയുമായിരിക്കും, നിൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കല്യാണ ഡേറ്റ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ അല്ലേ? പിന്നെ സ്ത്രീധനം ഇങ്ങോട്ട് കിട്ടുന്നതിന് പകരം നീ അങ്ങോട്ട് കൊടുത്തിട്ടാണ് വന്നതെന്നും അറിഞ്ഞല്ലോ. ഓ, അപ്പോഴേക്കും ഇവിടെ എല്ലാവളും അങ്ങ് വിളിച്ച് പറഞ്ഞു അല്ലേ? നിനക്ക് നാണില്ലേടാ അവളെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ? അമ്മ ഈ സമയത്ത് എന്നോട് ഒന്നും ചോദിക്കാതെയും പറയാതിരിക്കുന്നതാണ് അമ്മയ്ക്ക് എന്തുകൊണ്ടും നല്ലത്. അതെന്താടാ, നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ലേ? എൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശം അമ്മയ്ക്കും അച്ഛനും ഒരുപോലെ തന്നെയുണ്ട്. പക്ഷേ ഞങ്ങളോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ അമ്മ ഈ ചെയ്തു വെച്ചത് അത് മാത്രം ശരിയായില്ല. അത് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അമ്മ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ നാവടക്കാമെന്ന് വിചാരിച്ചോ? പിന്നെ അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ വന്ന സംശയം, അതിന് ഞാൻ മുൻപും 1-2 വട്ടം അമ്മയോട് പറഞ്ഞതാണ്. അലീന എൻ്റെ പെണ്ണാണെന്നും അവളെ ഞാൻ തന്നെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും. അമ്മയ്ക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ മോഹൻ നീ മനസ്സിൽ കൊണ്ട് നടക്കണ്ട മനു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ശവം നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടാണെങ്കിലും അവളുമായിട്ടുള്ള നിൻ്റെ വിവാഹം നടക്കാൻ ഈ കമല ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അത്രയ്ക്ക് ഉറപ്പാണോ അമ്മയ്ക്ക്? അമ്മ ഈ പറഞ്ഞതൊക്കെ സംഭവിച്ചാലും ശരി, ആലീനയെ ഞാൻ തന്നെ വിവാഹം കഴിച്ചിരിക്കും. ഇതിൽ കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മനോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്തായാലും അമ്മ കൂടി ഇറങ്ങി തിരിച്ചതല്ലേ ഇളയ മകനെ രക്ഷിക്കാൻ. എന്നാൽ പിന്നെ ആ വഴിക്ക് തന്നെ ആവട്ടെ കാര്യങ്ങൾ. തിരിഞ്ഞു നിന്ന് മനു ശിവനോടും പറയുന്നുണ്ട്, അച്ഛൻ എല്ലാ കാര്യത്തിനും ആദ്യമേ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അമ്മയും മകനും ഇന്ന് ഈ വഴിക്കായത്. ഞാൻ വിളിച്ച് അവൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ശരിയാണോ തെറ്റാണോ എന്ന് അമ്മയെ വിളിച്ച് അച്ഛൻ ചോദിക്കുമായിരുന്നു. അന്ന് അമ്മ എനിക്ക് അവനോടുള്ള കുശുമ്പ് കൊണ്ടാണ് ഞാൻ വിളിച്ച് അച്ഛനോട് അതൊക്കെ പറയുന്നതെന്നായിരുന്നു അമ്മയുടെ മറുപടി. എൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് അമ്മ അതൊക്കെ വിളിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നത്. അച്ഛൻ അമ്മ പറയുന്ന വാക്ക് അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കും. അതിന് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോയെന്നോ ആ സ്കൂളിലേക്ക് വിളിച്ചെന്ന് അന്വേഷിക്കാൻ പോലെയുള്ള മര്യാദ അച്ഛനും കാണിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ അങ്ങ് അനുഭവിച്ച്. കുറച്ച് സ്വത്തും പണവും അമ്മയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ആരും അറിയാതെ മോൻ ചെയ്യുന്നതിനൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തിൽ ആരും വിഷമിക്കാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനു അച്ഛനെ നോക്കി ഒരു പോക്ക് അവൻ്റെ റൂമിലേക്ക് അങ്ങ് പോയി. ശിവനും വൈജയും കുറച്ച് സമയത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ആ നിൽപ്പ് അവിടെ തന്നെ നിന്നു. ശിവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി, അവൻ ആ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. നിൻ്റെ ഓരോ വാക്കും വിശ്വസിച്ചാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ വന്ന് നിൽക്കുന്നത്. നിന്നോട് എന്ത് കാര്യം അവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നീ കാണുന്നത് ഫുള്ളും അവൻ്റെ ശരികൾ മാത്രമായിരുന്നു. ഇവിടെ നാട്ടിലില്ലാത്ത എന്നെയും നീ ശരികൾ മാത്രം കാണിച്ചു തന്നാണ് അവനിലെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കമലേ. അച്ഛനമ്മമാർ തൻ്റെ മക്കളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ള ആൾക്കാർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി നീ അങ്ങ് അനുഭവിച്ചോ. മനു പറഞ്ഞത് കേട്ടില്ലേ, അവനും ഇനി ഒരു കാര്യത്തിൽ ഇടപെടില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത അവൻ്റെ അവസ്ഥ കണ്ടില്ലേ. ഇത്ര വലിയ കമ്പനിയിൽ പഠിച്ച് ജോലി മേടിച്ചെടുത്തിട്ട് ഇപ്പോൾ ആ കമ്പനിയിലേക്ക് മര്യാദക്കൊന്ന് പോകാൻ പോലും കഴിയാതെയാണ് ആ കുട്ടി ഇവിടെ ഈ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത്. അവിടെയും നീയൊക്കെ ഒരു സമാധാനം കൊടുക്കില്ല.
ഓ, ഞാനാണോ സമാധാനം കൊടുക്കാതിരുന്നത്? അവളല്ലേ അപ്പോളേക്കും വിളിച്ച് അവനോട് എല്ലാം ഓതിക്കൊടുക്കുന്നത്. ഞാൻ ആരുടെയും മനസ്സമാധാനമൊന്നും കെടുത്തിയിട്ടില്ല. കമലെ, നീ വെറുതെ ഇപ്പോഴും ഈ മറച്ചു വെച്ചുള്ള നിൻ്റെ സംസാരം ഉണ്ടല്ലോ. നീ അവിടെ പോയി നീ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ ആ കുട്ടി വിളിച്ച് അവനോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നീ പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. കുറച്ച് സ്വത്തും പണവുമൊക്കെ കയ്യിലുണ്ടെന്നും വീട്ടുകാർ തന്ന എന്തോ സ്വത്തൊക്കെ ഞങ്ങളറിയാത്തത് മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ അലീനയോട് പറഞ്ഞു എന്നറിഞ്ഞല്ലോ. ഇനി ആ പണവും ആ സ്വത്തുമൊക്കെ ഇട്ട് അമ്മയും മോനും കൂടിയും കളി തുടങ്ങിക്കോ. നല്ലതാ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മോൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആ വക്കീലുണ്ടല്ലോ, അവരുടെ നമ്പറും കൂടി അങ്ങ് അയച്ചു തന്നേക്കാം. അമ്മയും മോനും കൂടി കാര്യങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി വെച്ചോ. പിന്നെ സഹായത്തിന് വേണമെങ്കിൽ നിൻ്റെ അച്ഛനെയോ നിൻ്റെ ആങ്ങളമാരെയോ വിളിച്ചു വരുത്തിക്കോ. പക്ഷേ കാര്യങ്ങൾക്കൊരു നടപടി ഉണ്ടാക്കിയെടുക്കണം. എനിക്കെന്തായാലും തിരിച്ചങ്ങ് ദുബായിക്ക് പോവാമല്ലോ. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലായി കിടക്കുകയാണ്. ഇനി എന്തായാലും എൻ്റെ ആവശ്യമൊന്നും വേണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശിവനും വളരെ ദേഷ്യത്തോടു കൂടി തന്നെ തൻ്റെ മുറിയിലേക്കും നടന്നു പോവുകയാണ്. കമല അവിടെ നിന്നുകൊണ്ട് ഇത്രയും നാളും പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള ചീത്ത മുഴുവനും അലീനയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും ചെന്നത് അപ്പോഴേക്കും അവൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, അവൾ ആരായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് പഴയതുപോലെ തന്നെ അലീനയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമലയ്ക്കാണെങ്കിൽ താനിപ്പോൾ ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരായി എന്നുള്ളൊരു ചിന്തയും കടന്നു വരുന്നുണ്ട്. കാരണം രണ്ടാളും താൽക്കാലികമായിട്ട് കൈയൊഴിഞ്ഞ് തൻ്റെ തലയിലിട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. കമല മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇപ്പോൾ തോന്നിയ ദേഷ്യത്തിനായിരിക്കും എല്ലാം പറഞ്ഞു കൂട്ടിയത്. എന്തായാലും നാളെ അവരെണീറ്റ് വരുമ്പോൾ തന്നെ കണ്ട് മാപ്പ് പറഞ്ഞ് ഇതിൽ നിന്നൊന്ന് തല ഊരിയെടുക്കാൻ ശ്രമിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമല താൽക്കാലികമായിട്ട് ഒരാശ്വാസത്തിലാവുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.